മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും എങ്ങനെ മതം കയറുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ദിനം പ്രതി വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പത്രത്തിൽ നിന്നും ചാനലുകളിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് മോശമായ രീതിയിലേക്കാണ് ഇന്ത്യ. അതായത് എല്ലാ മതങ്ങളും സംസ്കാരം കൊണ്ടും ഭയങ്കരമായിട്ട് പുറത്തുള്ള രാജ്യങ്ങൾ പോലും വാഴ്ത്തപ്പെടുന്ന ഇന്ത്യ ഇത്തരത്തിലുള്ള മോശം അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ കാരണക്കാർ ആര് എന്നതിനുള്ളത് നിങ്ങൾ സ്വന്തം ഒന്ന് ചിന്തിച്ചാൽ തന്നെ. ഇപ്പോൾ ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ കൂടി മതം കടന്നു വരുന്നു. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അതിനുശേഷമാണ് മതം. പക്ഷേ ഇന്നത്തെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് മതമാണ് പ്രധാനം. എന്തിനാണ് ഇത്തരത്തിലുള്ള വർഗീയത കേരളത്തിലുണ്ടാകുന്നത്? കുറച്ചു നാളുകളായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് മതം കയറുന്നതിനെ കുറിച്ച് അല്ലെ മതത്തിന്റെ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ സൂംബ ഡാൻസ്, മദ്രസ പഠനം, വിദ്യാഭ്യാസത്തിന്റെ ചില നയങ്ങൾ മാറ്റിയതുമായി ബന്ധപ്പെട്ടിട്ട് ചില മതപണ്ഡിതന്മാരും ചില മതവിഭാഗക്കാരും മാത്രം ഇതിന് പ്രശ്നമുണ്ടായി. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ ആളുകൾക്കും വേണം. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മൾ. എന്നിട്ട് പോലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനോ അതിനനുസരിച്ച് പെരുമാറാനോ മാത്രമുള്ള സാക്ഷരത കേരളത്തിലെ ചില വിഭാഗ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് എടുത്തു പറയുന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്ന അല്ലെ കേട്ടിരിക്കുന്ന സൂംബ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കുട്ടികൾക്ക് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ വിഭാഗം ചേർത്തിരിക്കുന്നത്. അതിന് ഇവർ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ വസ്ത്രങ്ങൾ ഡാൻസ് കളിക്കുന്നത് അംഗീകരിക്കാൻ പറ്റില്ല, അത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. ആ ഒരു പറഞ്ഞതിന്റെ അടുത്ത ദിവസം പല സ്കൂളിൽ നിന്നുള്ള വീഡിയോ പുറത്തു വന്നു. യൂണിഫോമിലാണ് കുട്ടികൾ സൂംബ ഡാൻസ് കളിച്ചത്. ഈ ചെറിയ ഈ കുരുന്നു പോലത്തെ പിള്ളേരൊക്കെയാണ് ഈ ഡ്രസ്സ് ഇല്ലാത്തതെന്ന്. ഇതൊക്കെ എത്രമാത്രം ലജ്ജാകരമായ കാര്യമാണ്. അതുമാത്രമല്ല, ഇവരെ വിഭാഗത്തിൽ പല ആളുകൾക്ക് ഇത് അനുകൂലിക്കുന്ന ആൾക്കാരും പല ആളുകൾ ഇതിനെ എതിർക്കുന്ന ആളുകളും. കേരളത്തിൽ നടത്തി വരുന്ന അല്ലെ നടത്താൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുദ്ദേശിച്ച രീതിയിലാണ് ഇത് നടക്കുന്നത് എന്ന് വരുത്തി തീർക്കുകയും മുഴുവൻ നമ്മുടെ സംസ്കാരത്തെ ബാധിക്കുമെന്ന് വേണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശരിക്കും സൂംബ വിഷയത്തിൽ അതിനെ എതിർത്തും ഇത് നമ്മളെ പ്രശ്നമാവും, ഇത് നമ്മളെ സംസ്കാരത്തിന് ചേർന്നല്ല എന്ന് പറഞ്ഞിട്ട് അധ്യാപകർ തന്നെയാണ് വന്നിരിക്കുന്നത്. അത്രമാത്രം വിവരമില്ലാത്ത അധ്യാപകരാണ് ഈ പിള്ളേരെ പഠിക്കുന്നത്. സൂംബ വിഷയത്തിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിൽ നിന്ന് ഒരിക്കലും സർക്കാർ പിന്നോട്ടില്ല എന്ന് കാണുകയും ആ സാധനം പ്രാവർത്തികമാക്കുകയും ചെയ്തപ്പോൾ ഇനി അടുത്ത വിഷയം എന്ത് എന്നുള്ള കൂലങ്കഷമായ ചർച്ചയായിരുന്നു. അതിനുശേഷം ഇവർക്ക് കച്ചിത്തുരുമ്പായി കിട്ടിയിരിക്കുന്ന സാധനമാണ് സ്കൂൾ സമയമാണ്. അതിന് മുകളിലാണ് ഇപ്പോൾ തൂങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ വളരെ മോശമായ അവസ്ഥയാണ്. നിപ്പയുണ്ട്, കോവിഡ് ഉണ്ട്. അതായത് കൃത്യമായിട്ട് സ്കൂൾ നടത്താൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോൾ ടീച്ചേഴ്സിന് ഈ പോർഷനും കാര്യങ്ങളൊക്കെ കൃത്യമായി തീർക്കാൻ വേണ്ടിയുള്ള ഭാഗത്തിന് ഒരു 15 മിനിറ്റ് നേരത്തെ, ഒരു 15 മിനിറ്റ് അവസാന ടൈമിൽ, അത് ഈവനിങ് അത് ക്ലോസ് ചെയ്യുന്ന സമയത്തേക്ക് ചേർത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ മതപഠനമായ കാര്യങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും, മദ്രസ പഠനം ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാകും. അത് ശരിക്കും അടിച്ചമർത്തലാണ്. അങ്ങനെയുള്ള ഒരു തരം വകതിരിവ് അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷൻ രീതിയിലേക്ക് ഇത് മാറിക്കൊണ്ട്. വിദ്യാഭ്യാസം എല്ലാ പിള്ളേർക്കും വേണ്ടതാണ്. ഇത് ഒരു ഏരിയക്ക് മാത്രം, അതുമല്ല ഈ മതവിഭാഗത്തിൽ ചില ആളുകൾക്ക് മാത്രം, അതിൽ ചില ഈ ഒരു ഘടക യൂണിയനിൽ മാത്രമുള്ള ആളുകൾക്ക് മാത്രമാണ്. മറ്റാളുകൾക്ക് മുഴുവൻ ബുദ്ധിയുള്ളത് കൊണ്ടാണ് തോന്നുന്നു അവർക്ക് മനസ്സിലാവും. കാരണം വിദ്യാഭ്യാസമാണ് വേണ്ടത്. എന്നാൽ മാത്രമേ മതം എന്നൊരു സാധനം അത് നല്ല രീതിയിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ അത് വർഗീയതയാവും, ടെററിസ്റ്റ് രീതിയിലേക്ക് മാറും. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അപകടകരമായ കാര്യവും ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു വസ്തു മതം തന്നെയാണ്. മതം ഒരു ഉപജീവന മാർഗമായിട്ട് കാണുകയും അതിൽ നിന്ന് വൻ ഭീമമായ വരുമാനം ഉണ്ടാക്കുകയും കള്ളത്തരങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് മത പണ്ഡിത സന്യാസിമാർ ഉള്ള രാജ്യമാണ് ഇന്ത്യ. അത് കേരളത്തിലുണ്ട്. ആ കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അധ്യാപകരാണ്. അതായത് വിദ്യാഭ്യാസം വേറെയാണ്, മതം വേറെയാണ്, മതപഠനം വേറെയാണ്. എല്ലാം കൂടി കൂട്ടിക്കലർത്തിയിട്ട് ഒരുതരം വിഷം കലർത്തുന്ന ഇഞ്ചക്ട് മോഡിലേക്കാണ് ഇത് മാറിക്കൊണ്ട്. വരും കാലം കേരളത്തിൽ ഭയങ്കരമായ പ്രശ്നങ്ങളും അപകട സാധ്യതകൾക്കുള്ള നാമ്പ്, അല്ലെങ്കിൽ അതിനുള്ള വിത്ത് പാവുകയാണ് എന്ന് തന്നെ എടുത്തു പറയണം. ഇത് വൻ പ്രശ്നമാക്കാതെ ഇച്ചിരി ബുദ്ധിപരമായോ അല്ലെ പ്രാവർത്തികമായി ചിന്തിച്ച് സർക്കാരിന്റെ ഒപ്പം കൂട്ടു നിൽക്കുകയും അത് അതിനനുസരിച്ചുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുകയും വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കുകയും ചെയ്യാണ് വേണ്ടത്. അല്ലാതെ ഒരു മതവിഭാഗത്തിലെ ഒരു ഏരിയക്കാർക്ക് വേണ്ടി, ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം സർക്കാർ അവരെ നട്ടല് വളയ്ക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ നട്ടല് വളയ്ക്കാതിരിക്കുക, അതും ഒരു 10 വോട്ടിന് വേണ്ടിയിട്ട്. കാരണം ഞങ്ങളെ കൂടി വോട്ടിലൂടെയാണ് സർക്കാർ വിജയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ അധികാരത്തിലെത്തിയെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് മറ്റു ആളുകൾ കൂടി, മറ്റു വിഭാഗത്തിലുള്ള ആളുകൾ കൂടിയും വോട്ട് ഇതിൽ. കാരണം ഒരു വിഭാഗം ഞങ്ങൾ വോട്ടിലൂടെ ജയിപ്പിച്ചെന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകൾ കൂടി ഇതുകൂടെ പറയും ഞങ്ങളെ വിഭാഗത്തിലുള്ള വോട്ട് കൂടി ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? റിലീജിയൻ വരും, കാസ്റ്റ് വരും, ഡിസ്ക്രിമിനേഷൻ വരും, കാറ്റഗറൈസേഷൻ വരും. ഇങ്ങനെയുള്ള രീതിയിൽ ഇതിനെ ഒരു മുറിച്ചുള്ള രീതിയിലേക്ക് മാറും. പിന്നെ അത് വർഗീയതയായി, തമ്മിൽ തല്ലായി, ചോദ്യങ്ങളായി, പറച്ചിലായി വൻ പ്രശ്നങ്ങളിലേക്ക് മാറും. അപ്പോൾ കാര്യക്ഷമമായ രീതിയിലേക്ക് ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കണമെന്നും അതിന് പ്രാവർത്തികമായ ബുദ്ധിപരമായ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കേണ്ടതെന്നും, മതം എന്നുള്ളത് വിശ്വാസമാണ്, ആ വിശ്വാസം ഒരിക്കലും അപകടമാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്